നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെസിഫിക് കോൺട്രാക്റ്റുകളായിട്ടുള്ള ഇൻഡംനിറ്റിയെയും ഗ്യാരണ്ടിയെയും പറ്റി വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത രണ്ട് ടൈപ്പ് സ്പെസിഫിക് കോൺട്രാക്റ്റുകളും അവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളുമാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ബെയിൽമെൻറ്റ് എന്നുള്ളതിനെ പറ്റി പഠിക്കാം. അപ്പോൾ എന്താണ് ബെയിൽമെൻറ്റ്? ബെയിൽമെൻറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ വിച്ച് the movable property of one person temporarily goes in the possession of another for some purpose. Bailment may be of movable goods only. അതായത് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അധീനതയിലുള്ള ഒരു certain movable property, ബെയിൽമെൻ്റ് എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്പെസിഫിക് കരാറാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അധീനതയിലുള്ള ഒരു മൂവബിൾ പ്രോപ്പർട്ടി താൽക്കാലികമായി മറ്റൊരു വ്യക്തിയുടെ കൈവശം ചെന്ന് ചേരുന്ന ഒരു പ്രത്യേകതരം ബന്ധം ഇതിലൂടെ അവർക്കിടയിൽ സ്ഥാപിതമാകുന്ന ഒരു ടൈപ്പ് സെറ്റപ്പിനെയാണ് നമ്മൾ ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ടെമ്പററി ഫിനോമിനനാണ്. ആരുടെ അധീനതയിലാണോ ഉള്ളത് അദ്ദേഹത്തിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ കൈവശം ഈ വസ്തു ചെന്നു ചേരുന്നു. വസ്തു എന്ന് പറയുന്നത് മൂവബിൾ ഗുഡ്സ് മാത്രമാണ്. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിലെ സെക്ഷൻ 148 എന്താണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ നിയമപരമായ നിർവചനം നൽകിയിരിക്കുന്നത്. നമുക്കത് പരിശോധിക്കാം. സെക്ഷൻ 148 defines the term bailment. It also defines terms such as bailer and bailee. A bailment, according to the Indian Contract Act section 148, is the delivery of goods by one person to another for some purpose upon a contract that they shall, when the purpose is accomplished, be returned or otherwise disposed of according to the directions of the person delivering them. The person delivering the goods is called the bailer. The person to whom they are delivered is called the bailee. അപ്പോൾ സെക്ഷൻ 148 എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻ്റ് എന്ന് വിശദീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആരാണ് ബെയിലർ, ആരാണ് ബെയിലി തുടങ്ങിയ കാര്യങ്ങളും 148 അണ്ടറിൽ തന്നെ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 148 പ്രകാരം ബെയിൽമെൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഒരു വസ്തു മറ്റൊരു വ്യക്തിക്ക് താൽക്കാലികമായി ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുന്നതിനായി കൈമാറ്റം ചെയ്യുന്ന നിയമപരമായ ഒരു കരാറാണ്. അപ്പോൾ ഈ പ്രത്യേക കരാറിനെയാണ് നമ്മൾ ബെയിൽമെൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കരാറ് പ്രകാരം ആ പർട്ടിക്കുലർ ആവശ്യം നിറവേറ്റിയ ശേഷം വസ്തു തിരികെ നൽകുകയോ അല്ലെങ്കിൽ ഇത് നൽകിയ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം മറ്റെന്തെങ്കിലും തരത്തിൽ അത് കൈകാര്യം ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം. ആ കരാറാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് അക്കോർഡിംഗ് ടു സെക്ഷൻ 148. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാറ് സർവീസ് ചെയ്യാനായിട്ട് ഒരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ കൊടുക്കുന്നു എന്ന് കരുതുക, ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അധീനതയിലുള്ള, നിങ്ങളുടെ പൊസഷനിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള കാറ്
നിങ്ങൾ താൽക്കാലികമായി സർവീസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് വർക്ക്ഷോപ്പിലെ സ്റ്റാഫായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പർട്ടിക്കുലർ വ്യക്തികളായിരിക്കും ഇതിൻ്റെ പൊസിഷൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ടെമ്പററി പൊസിഷൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാറിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സർവീസ് ചെയ്തതിന് ശേഷം അത് നമുക്ക് തിരികെ നൽകാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിടയിൽ വരുന്ന ആ ഒരു കരാറിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി 148 ബെയിൽമെൻറ്റിലെ കക്ഷികൾ ആരൊക്കെയാണെന്ന് കൂടി വിശദമാക്കുന്നുണ്ട്. ബെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു കൈമാറുന്ന വ്യക്തി, ആ വസ്തുവിൻ്റെ പൊസിഷൻ മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ബെയിലർ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കാറിൻ്റെ ഉടമയായ നമ്മൾ തന്നെയാണ് എന്ത്? ബെയിലർ. ഇനി ബെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ പൊസിഷൻ ബെയിലറിൽ നിന്നും സ്വീകരിക്കുന്ന വ്യക്തി. ഇപ്പോൾ ഇവിടെ കാർ വർക്ക്ഷോപ്പിൻ്റെ ഓണർ അല്ലെങ്കിൽ ആ അവിടുത്തെ അത് റിസീവ് ചെയ്യുന്ന കൺസേൺഡ് സ്റ്റാഫ്, നമ്മൾ ബേസിക്കലി ഫോർ ദ പർപ്പസ് ഓഫ് കോൺട്രാക്റ്റ് കാർ വർക്ക്ഷോപ്പിൻ്റെ ഓണർ തന്നെയാണ് അതിൻ്റെ ബെയിലി ആയിട്ട് വരിക. Explanation to section 148 provides that if a person who is already in possession of the goods of another person contracts to hold them as a bailey, he thereby becomes the bailey and the owner becomes the bailer of such goods. ഇപ്പോൾ സെക്ഷൻ 148 വിശദീകരണം അനുസരിച്ച് മറ്റൊരു വ്യക്തിയുടെ മൂവബിൾ പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ ഗുഡ്സ് ഓൾറെഡി പൊസസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ബെയിലി ആയിട്ട് ആ ഗുഡ്സിൻ്റെ പൊസഷൻ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ മോമെൻ്റ് മുതൽ ബെയിലി ആകുകയും ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ ആ ഗുഡിൻ്റെ പൊസഷൻ ഏൽപ്പിച്ചയാൾ ബെയിലർ ആകുകയും ചെയ്യും. അപ്പോൾ അതിനുശേഷം ആ പർട്ടിക്കുലർ മൊമെൻ്റ് മുതൽ അവർക്കിടയിൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ഉടലെടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൈവശം ഒരു ലാപ്ടോപ്പ് കൊടുത്തു എന്ന് കരുതുക. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ പക്കൽ അത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു പ്രസൻറ്റേഷൻ വർക്കുണ്ട്, 2 ദിവസം കൂടി എൻ്റെ പക്കൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും, ആവശ്യം കഴിയുമ്പോൾ ഞാൻ നിൻ്റെ കയ്യിൽ തിരിച്ചു തരാമെന്ന്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഓൾറെഡി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കൽ കൊടുത്ത ലാപ്ടോപ്പ് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ബെയിലി ആയിട്ട് ഹോൾഡ് ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു പൊസിഷനിലിരിക്കുന്ന വസ്തുവിൻ്റെ മേലാണ് ബെയിൽമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ആ സാഹചര്യങ്ങളിലും ബെയിലർ ബെയിലി റിലേഷൻഷിപ്പുകളാണ് ഈ വ്യക്തികൾക്കിടയിൽ വരുന്നത് എന്നാണ് സെക്ഷൻ 148 എക്സ്പ്ലനേഷനിൽ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ പ്രധാന നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബെയിൽമെൻറ്റ് നിയമപരമാകണമെങ്കിൽ അതൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത് വാക്കാലുള്ളതോ രേഖാമൂലമുള്ള കരാറോ ഒക്കെ ആകാനായിട്ട് പറ്റും. പിന്നെ ബെയിൽമെൻറ്റിൽ കൈമാറ്റം ചെയ്യുന്നത് മൂവബിൾ ഗുഡ്സ് മാത്രമായിരിക്കും. ഇതൊരു എക്സ്ക്ലൂസീവ്ലി എ സ്പെസിഫിക് കോൺട്രാക്ട് റിലേറ്റിംഗ് ടു മൂവബിൾ ഗുഡ്സ് ഓൺലി. ഭൂമിയോ അല്ലെങ്കിൽ കെട്ടിടവോ മറ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നും ബെയിൽമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നില്ല. അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ബെയിലറിൽ തന്നെ നിലനിൽക്കുകയും എന്നാൽ അതിൻ്റെ കൈവശപ്പെടുത്തുന്ന ആ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ പൊസഷൻ മാത്രമാണ് താൽക്കാലികമായിട്ട് ബെയിലിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് മിയർലി എ ഡെലിവറി ഓഫ് പൊസഷൻ. പിന്നെന്താണ്? ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടായിരിക്കണം ബെയിൽമെൻറ്റ് നടത്തുന്നത്. ആ ആവശ്യം പൂർത്തിയാകുമ്പോൾ വസ്തു തിരികെ നൽകുകയോ അല്ലെങ്കിൽ ബെയിലറിൻ്റെ നിർദ്ദേശമനുസരിച്ച്
മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയോ ഇറ്റ് ഷാൽ ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഗിവൺ ബൈ ദ ബെയിലർ. അതാണ് സെക്ഷൻ 148 പ്രകാരം ബെയിൽമെൻറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നിയമവശങ്ങൾ. ഇനി വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ബെയിൽമെന്റ്? The essential elements of bailment are: 1. The possession of goods must be delivered by the bailer to the bailee. അപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ഈ ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ദി പൊസഷൻ ഓഫ് ദി ഗുഡ്സ് മസ്റ്റ് ബി ഡെലിവേർഡ് ബൈ ദ ബെയിലർ ടു ദ ബെയിലി. ബെയിലർ തൻ്റെ വസ്തുവിൻ്റെ പൊസഷൻ, ഇതിൻ്റെ കൈവശാവകാശം ബെയിലിക്ക് കൈമാറിയിരിക്കണം. ഇത് രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ ആക്ച്വൽ ഡെലിവറി, യഥാർത്ഥ കൈമാറ്റം കൊടുക്കാം. ഇപ്പോൾ വസ്തു നേരിട്ട് കൈമാറുന്നതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡെലിവറി ഓഫ് പൊസഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാറ് റിപ്പയർ ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്, അതൊരു ആക്ച്വൽ ഡെലിവറി ഓഫ് പൊസഷനാണ്. പിന്നെ രണ്ടാമത്തെ തരം കൈമാറ്റ രീതിയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. അതായത് വസ്തു കൈമാറാതെ തന്നെ അത് കൈവശപ്പെടുത്താനുള്ള ഒരു അധികാരം നൽകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു മൂവബിൾ ഗുഡ്സ് ഇരിക്കുന്ന ഒരു ഗോഡൗണ്ട് ഷട്ടറിട്ട് പൂട്ടിയ ഒരു ഗോഡൗണ്ട്, ആ ഷട്ടർ തുറന്ന് അകത്ത് പ്രവേശിക്കാനുള്ള താക്കോല് ബെയിലിയുടെ കൈവശം നൽകുന്നത്, അത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഡെലിവറി ഓഫ് പൊസഷൻ ക്യാൻ ബി ഐദർ ആക്ച്വൽ ഓർ ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റീവ്. ആക്ച്വൽ എന്ന് പറയുമ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആ വ്യക്തിയുടെ കൈവശം കൊടുക്കുന്നു, അതിൻ്റെ പൊസിഷൻ വ്യക്തിക്ക് കൊടുക്കുന്നു. എന്നാൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറിയിൽ അതിൻ്റെ പൊസഷൻ തൻ്റെ പക്കലാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള സൂചനാപരമായ കൈമാറ്റം, കൺസ്ട്രക്റ്റീവ് ഡെലിവറി. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഗോഡൗണിൻ്റെ താക്കോൽ ഏൽപ്പിക്കുക. അപ്പോൾ അതിനെയാണ് രണ്ട് തരം മെത്തേഡ് ഓഫ് ഗിവിങ് പൊസഷൻ എന്ന് പറയുന്നത്. പിന്നെ 2, സച്ച് ഡെലിവറി ഓഫ് ഗുഡ്സ് മസ്റ്റ് ബി മെയ്ഡ് അണ്ടർ സം കോൺട്രാക്റ്റ്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച കാര്യം, ബെയിൽമെന്റ് എന്ന് പറയുന്നത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഈ കരാറ് എയ്തർ ഓറൽ, വാക്കാലോ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ, രേഖാമൂലമോ ആകാം. അപ്പൊ ഈ കരാറിൽ അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ഈ വാക്കാൽ വരുന്നതോ രേഖാമൂലം വരുന്നതോ ആയിട്ടുള്ള കരാറിൽ, ആ ധാരണയിൽ ഇത് കൈമാറുന്നതിനുള്ള, ഈ മൂവബിൾ പ്രോപ്പർട്ടി കൈമാറുന്നതിനുള്ള വ്യവസ്ഥകളും തിരികെ നൽകേണ്ട രീതികളും വ്യക്തമാക്കിയിരിക്കണം. ഒരു കരാറില്ലാതെ ഒരു വസ്തു മറ്റൊരു വ്യക്തിയുടെ കൈവശം എത്തുകയാണെങ്കിൽ അത് ബെയിൽമെന്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ഒരു വഴിയിൽ കളഞ്ഞുപോയ വസ്തു മറ്റൊരു വ്യക്തിയുടെ കൈവശം എത്തുന്നത്, നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 71 റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് പറയുമ്പോൾ ഒരു കരാറില്ലാത്ത സാഹചര്യങ്ങളിൽ കൂടിയും രണ്ട് വ്യക്തികൾക്കിടയിൽ വരുന്ന ക്വാസി കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസിനെ പറ്റി പറയുന്ന ആ പർട്ടിക്കുലർ ഏരിയയിൽ സെക്ഷൻ 71 റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സിനെ പറ്റി പറയുമ്പോൾ, വഴിയിൽ നിന്നൊരു വസ്തു കളഞ്ഞു കിട്ടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ബിലോങ് ചെയ്യുന്ന ഒരു വസ്തു കണ്ടെത്തുന്ന ഒരു വ്യക്തി തൻ്റെ കസ്റ്റഡിയിലേക്ക് അതെടുക്കുമ്പോൾ ഹീസ് സബ്ജക്ട് ടു ദ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് എ ബെയിലി എന്നാണ് പറയുന്നത്. അപ്പോൾ കരാറില്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരു വസ്തു കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സെക്ഷൻ 71 പ്രകാരമാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ അവർക്കിടയിൽ എക്സ്പ്രസ് ആയിട്ടൊരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇക്വിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് വന്ന് ഈ സെക്ഷനിൽ അത് ഉൾപ്പെടുത്തിയതിന് ശേഷം നിയമമനുസരിച്ച് അദ്ദേഹം ആ ഗുഡ്സിന്
സംരക്ഷിക്കുന്നതിന് വേണ്ടി റീസണബിൾ ആയിട്ടുള്ള കെയർ എടുക്കണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ അവർക്കിടയിൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെന്റ് വന്നു എന്നുള്ള ഒരു സ്ട്രിക്റ്റ് സെൻസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെന്റ് എപ്പോഴും എന്താണ്, ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രമാത്രമാണ്. 148 പ്രകാരം ഒരു ബെയിൽമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി അപ്പോൺ എ കോൺട്രാക്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇക്വിറ്റിയുടെ ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഇക്വിറ്റി ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് സെക്ഷൻ 71 കീഴിലെ പോലുള്ള പ്രത്യേക സർക്കംസ്റ്റാൻസസിലോ മാത്രമാണ് ഒരു എക്സെപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കോൺട്രാക്റ്റ് നേരിട്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ ഇല്ലാഞ്ഞിട്ട് കൂടി ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ മൂവബിളിന്റെ ബെയിലി ആകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ എയ്തർ സെക്ഷൻ 71 അല്ലെങ്കിൽ അതുപോലെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള certain കേസസിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ബേസിക്കലി ക്വാസി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് വരുന്ന കേസസിലല്ലാതെ ബാക്കി എല്ലാ കേസസിലും എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ 148 വേർഡിംഗ് പ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ 3, the goods should be delivered for some specific purpose. അപ്പോൾ വസ്തു ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ആ ആവശ്യം പൂർത്തിയാകുമ്പോൾ ബെയിലി ആ വസ്തുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബെയിലറിന് നിർദ്ദേശം നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കാർ റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വസ്തു സേഫ് കീപ്പിങ്ങിന് വേണ്ടി ആരെങ്കിലും ഏൽപ്പിക്കുന്നത്, ഇതൊക്കെ സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന ബെയിൽമെന്റുകളാണ്. പിന്നെ 4ാമത്തെ പോയിന്റ്, ദീസ് മസ്റ്റ് ബി എ കണ്ടീഷൻ, ദർ മസ്റ്റ് ബി എ കണ്ടീഷൻ ഓഫ് റിട്ടേണിംഗ് ഓർ otherwise disposing of the goods according to the directions of the person delivering the goods. ബെയിൽമെന്റിന്റെ ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ ബെയിലി ആ വസ്തു തിരികെ ബെയിലറിന് നൽകുകയോ അല്ലെങ്കിൽ ബെയിലറിന്റെ നിർദ്ദേശം അനുസരിച്ച് മറ്റെന്തെങ്കിലും തരത്തിൽ അതിനെ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം. ഈ വ്യവസ്ഥകൾ, ഈ 4 വ്യവസ്ഥകൾ ഒത്തുചേർന്ന് വരുമ്പോഴാണ് അവിടെ ഒരു ബെയിൽമെന്റ് നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പൊസഷൻ ഓഫ് മൂവബിൾ ഡെലിവർ ചെയ്യണം, മസ്റ്റ് ബി അണ്ടർ സം കോൺട്രാക്ട്, അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അൺജസ്റ്റ് എൻറിച്ച്മെന്റ് തടയുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, സെക്ഷൻ 71 പോലെയുള്ള കോൺട്രാക്ട് ആക്ടിലെ തന്നെ എക്സെപ്ഷൻസ്, അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ എൻഫോഴ്സിങ് ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻസ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഒഴികെ എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു കരാർ വേണം. പിന്നെ ഒരു പർട്ടിക്കുലർ പർപ്പസിനായിരിക്കണം. അതിനുശേഷം ബെയിലറിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ കരാർ അനുസരിച്ചോ ഇത് തിരികെ നൽകുകയോ മറ്റെന്തെങ്കിലും വിധേന ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തിരിക്കണം. അതാണ് ബെയിൽമെന്റിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലി. ബെയിലിയുടെ കടമകൾ ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ തൻ്റെ പൊസഷനിൽ വരുന്ന മൂവബിൾ ഗുഡ്സുമായി ബന്ധപ്പെട്ട് ബെയിലിയുടെ കടമകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് ഒരു ബെയിലി നിർബന്ധമായും പാലിക്കേണ്ട ചില നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തത് ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് ബെയിൽഡ്, ഡെൽറ്റ് വിത്ത് അണ്ടർ സെക്ഷൻസ് 151 ആൻഡ് 152. അപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന വസ്തുവകകൾക്ക് മതിയായ സംരക്ഷണം നൽകുക എന്നതാണ് ബെയിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കടമ.
ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 151 അനുസരിച്ച് നിങ്ങൾ ബെയർ ആക്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെയിലി തൻ്റെ കൈവശമുള്ള വസ്തുക്കൾക്ക് തൻ്റെ സ്വന്തം വസ്തുക്കൾക്ക് നൽകുന്ന അതേ ശ്രദ്ധ നൽകാനായിട്ട് അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഒരു സാധാരണ റീസണബിൾ ആയിട്ടുള്ള വ്യക്തി സമാനമായ സാഹചര്യങ്ങളിൽ സമാനമായ വസ്തുക്കൾക്ക് എത്രത്തോളം ശ്രദ്ധ നൽകുമോ അത്രയും ശ്രദ്ധയോടെ വേണം ബെയിലി ഈ ബെയിൽഡ് ഗുഡ്സ് കൈകാര്യം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാറ് സർവീസ് ചെയ്യാനായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഉടമ ആ കാറ് തൻ്റെ സ്വന്തം കാറ് സൂക്ഷിക്കുന്ന അതേ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് സുരക്ഷിതമായി പാർക്ക് ചെയ്യുക, കേടുപാടുകൾ വരാതെ നോക്കുക, അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ തൻ്റെ സ്വന്തം കാറ് അതേ സാഹചര്യത്തിൽ എപ്രകാരമായിരിക്കുമോ അദ്ദേഹം ഡീൽ ചെയ്യുന്നത് അതേ രീതിയിൽ വേണം ഒരു റിപ്പയറിനായിട്ടോ അല്ലെങ്കിൽ സർവീസിനായിട്ടോ കൊടുക്കുന്ന ബെയിൽഡ് ഗുഡ്, ആ ബെയിൽഡ് കാറിനെ അദ്ദേഹം കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ സെക്ഷൻ 152 സെക്ഷൻ 152 അനുസരിച്ച് ബെയിൽമെന്റ് കരാറിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത രീതിയിൽ ബെയിലി ആവശ്യമായ ശ്രദ്ധയോടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുകയും എന്നിട്ടും അതിന് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ബെയിലിക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. അതാണ് സെക്ഷൻ 152 പറയുന്നത്. അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള കെയറും കോഷനും ഒക്കെ എടുത്ത് പ്രോപ്പറായിട്ട് എല്ലാ തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങളിൽ സമാനമായ ഒരു വസ്തുവിന് ഒരു റീസണബിൾ മാൻ അക്കോർഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കെയറും കോഷനും ഒക്കെ കൊടുത്തതിന് ശേഷവും നെഗ്ലിജൻസ് ഇല്ലാതിരുന്നിട്ട് കൂടി ഒരു ബെയിലിയുടെ കയ്യിൽ നിന്നും ഒരു വസ്തു നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ വസ്തുവിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബെയിലിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 152. ഇപ്പം നമ്മൾ കൊടുത്ത വർക്ക്ഷോപ്പിൽ ഒരു തീപിടുത്തം സംഭവിക്കുന്നു എന്ന് കരുതുക. അത് കാരണം കാറിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. ഈ തീപിടുത്തം ബെയിലറിൻ്റെ തന്നെ എന്തെങ്കിലും നെഗ്ലിജൻസ് മൂലമാണ് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒബ്വിയസ്ലി ലയബിലിറ്റി വരും സെക്ഷൻ 151 പ്രകാരം. ഇനി ഇതല്ല, ഒരു ചെയിൻ ഓഫ് ഇവൻസ്, മറ്റൊരു സ്ഥലത്ത് നടന്ന തീപിടുത്തം അത് പടർന്ന് വർക്ക്ഷോപ്പിലേക്കും വരികയും ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ഗുഡ്സിന് നാശനഷ്ടം സംഭവിക്കുന്ന കൂട്ടത്തിൽ കാറിനും കേടുപാട് സംഭവിച്ചുവെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നെഗ്ലിജൻസ് ഒന്നും തന്നെ ഇല്ല എങ്കിൽ, അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ സെക്ഷൻ 152ന്റെ പ്രൊട്ടക്ഷൻ ബെയിലിക്ക് കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ ബെയിൽമെന്റ് കരാർ അനുസരിച്ച് ബെയിലറിന്റെ വസ്തുക്കൾക്ക് മതിയായ സംരക്ഷണം നൽകുക എന്നത് ബെയിലിയുടെ പ്രധാനപ്പെട്ട നിയമപരമായ ഒരു കടമയാണ്. അപ്പോൾ ഈ കടമ നിറവേറ്റാത്ത പക്ഷം സെക്ഷൻ 151ന്റെ കീഴിൽ അദ്ദേഹം ലയബിൾ ആകുകയും പ്രോപ്പറായിട്ടുള്ള കെയറും കോഷനും എടുത്തതിന് ശേഷവും നെഗ്ലിജൻസ് ഇല്ലാതെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ 152 അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി നോട്ട് ടു മേക്ക് unauthorized use of the goods bailed, which is dealt with under sections 153 and 154. ഇപ്പോൾ ബെയിൽഡ് ഗുഡ്സ് അനധികൃതമായിട്ട് ഉപയോഗിക്കരുത്. അതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. ഒരു ബെയിലി തൻ്റെ കൈവശമുള്ള വസ്തുക്കൾ ബെയിലറിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം അനുമതി നൽകാത്ത രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. സെക്ഷൻ 153ഉം 154ഉം ഈ കടമയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്.
അപ്പോൾ അതിൽ സെക്ഷൻ 153 എന്താണ് പറയുന്നത്? ബെയിൽമെൻറ്റിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ബെയിലി വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബെയിലറിന് ആ ബെയിൽമെൻറ്റ് കരാറ് അവസാനിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് സെക്ഷൻ 153 പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാറ് ഇത്തരത്തിൽ റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അത് റിപ്പയർ ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് പകരം തൻ്റെ പേഴ്സണലായിട്ട് ഒരാവശ്യത്തിനായിട്ട് ഈ വർക്ക്ഷോപ്പ് മെക്കാനിക്ക് കാർ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് റദ്ദാക്കാനും വേണ്ടി വന്നാൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് നഷ്ടങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ചോദിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് ബെയിലി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവകകൾ അത്തരത്തിൽ അദ്ദേഹം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ബെയിലറിന് കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് അവസാനിപ്പിക്കാം. ഇതാണ് സെക്ഷൻ 153 പറയുന്നത്. ഇനി സെക്ഷൻ 154 പ്രകാരം വസ്തുക്കൾ അനധികൃതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ബെയിലി ആ നഷ്ടത്തിന് പൂർണ്ണമായി ഉത്തരവാദി ആയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കാറ് ഇദ്ദേഹം കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണെന്ന് വിചാരിക്കുക. തൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആ ബെയിൽഡ് കാറിനെ, റിപ്പയർ ചെയ്യാൻ കൊടുത്ത കാറിനെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. കാറിൻ്റെ പെയിൻറ്റ് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഡാമേജ് ആ കാറിന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ തരാൻ ആ ബെയിലി, ആ വർക്ക്ഷോപ്പ് ഉടമ ലയബിൾ ആണ് എന്നാണ് സെക്ഷൻ 154 പറയുന്നത്. പിന്നെ അടുത്ത ഡ്യൂട്ടി നോട്ട് ടു മിക്സ് ദ ഗുഡ്സ് ബെയിൽഡ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ് ഡെൽറ്റ് വിത്ത് അണ്ടർ സെക്ഷൻസ് 155, 156 ആൻഡ് 157. ഇപ്പോൾ ഒരു ബെയിലി തൻ്റെ സ്വന്തം വസ്തുക്കളുമായിട്ട് ബെയിലറിൻ്റെ വസ്തുക്കൾ കൂട്ടിക്കലർത്താൻ പാടില്ല. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 155, 156 ആൻഡ് 157 എന്നിവയാണ് ഈ വിഷയത്തെ പറ്റി പറയുന്നത്. അതിൽ സെക്ഷൻ 155 ബെയിലറിൻ്റെ തന്നെ കൺസെൻറ്റോടുകൂടി കൂട്ടിക്കലർത്തുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബെയിലറിൻ്റെ സമ്മതത്തോടെയാണ് ബെയിലി വസ്തുക്കൾ കൂട്ടിക്കലർത്തുന്നതെങ്കിൽ രണ്ട് കക്ഷികൾക്കും അവരുടെ വസ്തുക്കളിൽ ലഭിക്കേണ്ട വിഹിതത്തിന് തുല്യമായ തുക ലഭിക്കാനായിട്ട് അവകാശം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ 100 കിലോ അരി നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ സമ്മതത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സെയിം മാർക്കിലുള്ള 50 കിലോ അരിയുമായിട്ട് കൂട്ടിക്കലർത്തുകയാണെന്ന് കരുതുക. അപ്പോൾ ഇത് വിറ്റ് കിട്ടുന്ന തുക നിങ്ങൾക്ക് 2:1, 2:1 എന്നുള്ള അനുപാതത്തിൽ വീതിച്ചെടുക്കാൻ സാധിക്കും. അതാണ് സെക്ഷൻ 155 പറയുന്നത്. ഇനി സെക്ഷൻ 156 ബെയിലറിൻ്റെ കൺസെൻറ്റ് കൂടാതെ എന്നാൽ ഇത്തരത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് വേർതിരിക്കാൻ സാധിക്കുന്ന കേസിനെ പറ്റിയാണ് 156 പറയുന്നത്. അപ്പോൾ ബെയിലറിൻ്റെ സമ്മതമില്ലാതെ ബെയിലി വസ്തുക്കൾ കൂട്ടിക്കലർത്തുകയും അവ വേർതിരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നവയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കൂട്ടിക്കലർത്തിയ വസ്തുക്കൾ അതിൻ്റെ സെപ്പറേഷൻ പോസിബിൾ ആണെങ്കിൽ ആ വേർതിരിക്കുന്നതിനുള്ള എല്ലാ ചെലവുകളും ബെയിലി തന്നെ വഹിക്കണം. കാരണം ബെയിലറിൻ്റെ എക്സ്പ്രസ് കൺസെൻറ്റ് ഇല്ലാതെയാണ് ബെയിലി ഈ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് സെക്ഷൻ 156 പറയുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ ചെലവുകളും ബെയിലി തന്നെ ഏറ്റെടുത്തിരിക്കണം. ഇപ്പോൾ എയും ബിയും ചോക്ലേറ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളാണെന്ന് കരുതുക. എ തൻ്റെ ചോക്ലേറ്റുകൾ റെഡ് റാപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വിൽക്കുന്നത്, ബി ഒരു ബ്ലൂ റാപ്പറിൽ പൊതിഞ്ഞിട്ടാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക.
എയുടെ ഈ പർട്ടിക്കുലർ റെഡ് റാപ്പറിൽ പൊതിഞ്ഞ ചോക്ലേറ്റ് സേഫ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് എ ബിയുടെ പക്കൽ കൊടുക്കുകയാണ്. ബി എയുടെ കൺസെന്റ് ഇല്ലാതെ ഇത് തൻ്റെ ബ്ലൂ റാപ്പർ ചോക്ലേറ്റ്സുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എയുടെ കൺസെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എ പറയുകയാണ്, എനിക്കത് വീതിച്ച് എൻ്റെ സാധനങ്ങൾ മാറ്റി കിട്ടണം, എനിക്ക് നീ അതിൻ്റെ പൊസിഷൻ എൻ്റെ പക്കലേക്ക് തിരിച്ചു നൽകണം, എനിക്ക് ഇത് നമുക്കിടയിലുള്ള ഈ കച്ചവട ബന്ധം തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെയിലറിൻ്റെ കൺസെന്റ് ഇല്ലാതെ ഈ മിക്സിങ് നടത്തിയത് കൊണ്ട് ഇതിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ വ്യക്തികളെയോ അദ്ദേഹം വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്കുള്ള മുഴുവൻ എക്സ്പെൻസസും ഇത് ഈ സെപ്പറേറ്റ് ചെയ്യാൻ വരുന്ന മറ്റ് എക്സ്പെൻസസും ബെയിലി തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് വഹിക്കേണ്ട ആവശ്യം വരും. അതാണ് സെക്ഷൻ 156 പറയുന്നത്. ഇനി സെക്ഷൻ 157 പ്രകാരം ബെയിലി ഇത്തരത്തിൽ സമ്മതമില്ലാതെ കൂട്ടിക്കലർത്തുകയും ഈ കൂട്ടിക്കലർത്തിയ ഗുഡ്സ് വേർതിരിക്കാൻ സാധിക്കാതെയും വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതമാണ് 156 പരാമർശിക്കുന്നത്. അപ്പോൾ ബെയിലറിൻ്റെ കൺസെന്റ് ഇല്ലാതെ കൂട്ടിക്കലർത്തുകയും പിന്നീട് ആ കൂട്ടിക്കലർത്തിയ വസ്തുവകകൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയുമാണെങ്കിൽ ബെയിലി ആ വസ്തുക്കൾക്ക് സംഭവിച്ച മുഴുവൻ നഷ്ടത്തിനും ഉത്തരവാദിയായിരിക്കുകയും ബെയിലറിന് തക്കതായ നഷ്ടപരിഹാരം നൽകേണ്ട ആവശ്യകത വരികയും ചെയ്യും. അതാണ് സെക്ഷൻ 157 പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ 155 പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച ഉദാഹരണത്തിലെ പോലെ രണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് അരി രണ്ട് ഡിഫറെൻ്റ് ക്വാളിറ്റിയിലുള്ള അരിയാണ് എയും ബിയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കച്ചവടം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എ തൻ്റെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ അരി ബിയുടെ പക്കൽ ഇതേ കണക്ക് ഏൽപ്പിക്കുകയാണ്, ഒരു ബെയിൽമെൻറ്റിലൂടെ ഏൽപ്പിക്കുകയാണ്. ബി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സമ്മതം ഒന്നും കൂടാതെ ഈ രണ്ട് തരം അരികളും കൂടി കൂട്ടിക്കലർത്തി. ഇവിടെ ഈ അരി വേർതിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തൻ്റെ വസ്തു അല്ലെങ്കിൽ ആ കൊടുത്ത ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള അരി ബെയിലി തൻ്റെ ലോ ക്വാളിറ്റിയിലുള്ള അരിയുമായി മിക്സ് ചെയ്തത് മൂലം തനിക്കുണ്ടായ നഷ്ടം എത്ര കിലോയുണ്ടോ അത്രയും വരുന്ന തത്തുല്യമായിട്ടുള്ള ഒരു തുക ബെയിലറിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ബെയിലി ലയബിൾ ആണ്. അതാണ് സെക്ഷൻ 157 പറയുന്നത്. പിന്നെ അടുത്തത് ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് ബെയിൽഡ് അണ്ടർ സെക്ഷൻസ് 160 ആൻഡ് 161. അപ്പോൾ വസ്തുക്കൾ തിരികെ നൽകാനുള്ള കടമ ബെയിൽമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ ബെയിൽമെൻറ്റിൻ്റെ ആ പർട്ടിക്കുലർ പർപ്പസ് ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ ബെയിലി വസ്തുക്കൾ ബെയിലറിന് തിരികെ നൽകാനായിട്ട് ബാധ്യസ്ഥനാണ്. സെക്ഷൻ 160ഉം 161ഉമാണ് ഈ വിഷയത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിൽ സെക്ഷൻ 160 പ്രകാരം ബെയിൽമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിറവേറുമ്പോഴോ ബെയിലി ഈ വസ്തുക്കൾ ബെയിലർക്ക് തിരികെ നൽകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സജഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മറ്റെന്തെങ്കിലും വിധേന ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം. നമ്മൾ ബെയിൽമെൻറ്റിൻ്റെ ഡെഫിനിഷനിൽ കണ്ട കാര്യം തന്നെയാണ് സെക്ഷൻ 160ലും പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്ന വസ്ത്രം ഡ്രൈ ക്ലീനിങ്ങിന് ശേഷം തിരിച്ചു തരിക, റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന ഓട്ടോമൊബൈൽ റിപ്പയറിന് ശേഷം തിരിച്ചു തരിക. 161ൽ ബെയിലറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പിഴയുമില്ലാതെ അല്ലെങ്കിൽ പിഴവും സംഭവിക്കാതെ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ വസ്തുക്കൾ തിരികെ നൽകുന്നതിൽ ബെയിലി പരാജയപ്പെടുകയും അതുമൂലം വസ്തുക്കൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ബെയിലി ആ നഷ്ടത്തിന് പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും. അതാണ് സെക്ഷൻ 161ൽ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ ഒരു വില കൂടിയ വാച്ച് റിപ്പയർ ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ വാച്ച് മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുക്കുന്നു. അതിന് സ്റ്റിപ്പുലേറ്റ് ചെയ്ത ആ ടൈം കഴിഞ്ഞിട്ടും നിങ്ങൾ തിരികെ ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ റിപ്പറേഷൻ കഴിഞ്ഞിട്ടും അദ്ദേഹം അത് തിരികെ നൽകിയില്ല. അകാരണമായിട്ട് കാലതാമസം വരുത്തുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ നിന്നും വാച്ച് മോഷണം പോവുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് തക്കതായ പ്രതിഫലം തരാനായിട്ട് ബെയിലി ആ വാച്ച് മെക്കാനിക്ക് ലയബിൾ ആണ്. അതാണ് സെക്ഷൻ 161 പ്രകാരം ആക്റ്റിൽ പറയുന്നത്. ഇനി അടുത്തത് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഇൻക്രീസ് ഇൻ ഗുഡ്സ് ബെയിൽഡ്, സെക്ഷൻ 163. ഇപ്പോൾ സെക്ഷൻ 163 അനുസരിച്ച് ബെയിൽമെന്റ് കാലയളവിൽ തൻ്റെ കൈവശം വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് എന്തെങ്കിലും വർധനവ് ഉണ്ടാകുകയാണെങ്കിൽ ആ വർധനവ് ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുക്കളും ബെയിലർക്ക് തിരികെ നൽകാനായിട്ട് ബാധ്യസ്ഥനാണ്. അപ്പോൾ ബെയിലറിൻ്റെ നിർദ്ദേശപ്രകാരം ബെയിലിയുടെ കൈവശമുള്ള വസ്തുക്കളിൽ, അതായത് ബെയിലറിൻ്റെ ആ ബെയിൽഡ് ഗുഡ്സിൽ എന്തെങ്കിലും ഇൻക്രിമെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വർധനവ് സഹിതം, അല്ലെങ്കിൽ ഒരു ലാഭം ഉണ്ടായാൽ ആ ലാഭം സഹിതം ആ വർധനവും പിന്നെ ആ ബെയിൽഡ് ഗുഡും കൂടെ ചേർത്ത് ബെയിലറിന് തിരികെ നൽകാനായിട്ട് ബെയിലി ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ആക്റ്റിൽ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A leaves a cow in the custody of B to be taken care of. The cow has a calf. B is bound to deliver the calf as well as the cow to A. അതായത് A ബിയുടെ പക്കൽ തൻ്റെ ഒരു പശുവിനെ കൊടുത്തിട്ട് പോരുകയാണ്. ശേഷം ഈ പശുവിനൊരു കിടാവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കിടാവിനെ സഹിതം എക്ക് തിരികെ നൽകാനായിട്ട് ബി ബാധ്യസ്ഥനാണ്, കരാറിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പറയാത്ത പക്ഷം. അതാണ് സെക്ഷൻ 163 പറയുന്നത്, ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഇൻക്രീസ് ഇൻ ഗുഡ്സ് ബെയിൽഡ്. ഇനി ഫൈനൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി നോട്ട് ടു ക്വസ്റ്റ്യൻ ദ ടൈറ്റിൽ ഓഫ് ദ ബെയിലർ, സെക്ഷൻസ് 166 ആൻഡ് 167. അപ്പോൾ ആറാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലറിൻ്റെ ഉടമസ്ഥാവകാശത്തെ, ആ ടൈറ്റിലിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ബെയിലി തൻ്റെ കൈവശം വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ ആ ബെയിലറിൻ്റെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടൈറ്റിലിനെ അതുണ്ടോ ഇല്ലയോ എന്നുള്ള തരത്തിൽ ചോദ്യം ചെയ്യാനായിട്ട് ബെയിലിക്ക് നിയമപരമായി അവകാശമില്ല. സെക്ഷൻ 166 പ്രകാരം ബെയിലറിന് വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം ഇല്ല എന്ന കാരണത്താൽ ബെയിൽമെന്റിന്റെ ആവശ്യം നിറവേറിയതിനു ശേഷം വസ്തുക്കൾ തിരികെ നൽകാൻ ബെയിലി വിസമ്മതിക്കാൻ പാടില്ല എന്നാണ് സെക്ഷൻ 166 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ സുഹൃത്ത് കുറച്ച് പുസ്തകങ്ങൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ റിട്ടേൺ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ സുഹൃത്തിൻ്റെതല്ല, മറിച്ച് മറ്റൊരു വ്യക്തിയുടേതാണ് ആ പുസ്തകങ്ങളെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പുസ്തകങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നൽകിയ ആ സുഹൃത്തിന് തിരികെ നൽകാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്രകാരം അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ തിരികെ നൽകാൻ സാധിക്കില്ല, നിന്റെ ബുക്കുകളല്ല ഇത് മറ്റൊരാളുടെ ബുക്കാണെന്ന് ഉള്ള തരത്തിൽ നിങ്ങൾക്ക് അതിനെ വിസമ്മതിക്കാൻ, അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റിനെ വിസമ്മതിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഡ്യൂട്ടി നോട്ട് ടു ക്വസ്റ്റ്യൻ ദ ടൈറ്റിൽ ഓഫ് ദ ബെയിലർ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 167 പ്രകാരം ബെയിലറിൻ്റെ വസ്തുക്കൾക്ക് മേൽ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുകൊണ്ട് ഒരു തേർഡ് പേഴ്സൺ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബെയിലി ആ വിവരം ബെയിലറിനെ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിക്കാത്ത പക്ഷം കോടതിയുടെ വിധിക്കനുസരിച്ചുള്ള നഷ്ടം ബെയിലി തന്നെ നോക്കേണ്ടി വരും. കാരണം ബെയിലറിന് തൻ്റെ ഉടമസ്ഥാവകാശം അതിനുമേൽ, അല്ലെങ്കിൽ തൻ്റെ ടൈറ്റിൽ അതിനുമേൽ സ്ഥാപിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും. ഇനി താൻ ഇങ്ങനെ ഒരു സ്യൂട്ട് തേർഡ് പാർട്ടി കൊടുത്തു എന്നതിനെ പറ്റി അറിയുന്നില്ല എന്ന് കരുതുക. അറിയാത്ത പക്ഷം ബെയിലി ആ ബെയിൽഡ് ഗുഡ്സ് ഇത്തരത്തിൽ
ബെയിലർക്ക് യഥാർത്ഥത്തിൽ ടൈറ്റിൽ ഇല്ലായിരുന്നിട്ട് കൂടി ബെയിലറിൻ്റെ പക്കൽ തിരികെ നൽകി കഴിഞ്ഞാൽ സെക്ഷൻ 166 വേർഡിങ്സ് പ്രകാരം ബെയിലിക്ക് യാതൊരു ലയബിലിറ്റിയും വരില്ല. ബേസിക്കലി ബെയിലി ഒരിക്കലും ബെയിലറിൻ്റെ ടൈറ്റിലിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. സെക്ഷൻ 166ഉം 167ഉം ശരിക്കും ബെയിലിക്ക് പ്രൊട്ടക്ഷൻ അഫേർഡ് ചെയ്യുന്ന സെക്ഷനുകൾ കൂടിയാണ്. നിങ്ങൾ ആക്ടിൻ്റെ വേർഡിങ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു ബെയിലർക്ക് പോലും ബെയിലി ആ ബെയിൽഡ് ഗുഡ് തിരികെ നൽകി കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള കരാറ് പ്രകാരമാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബെയിലിക്ക് മറ്റ് ലയബിലിറ്റീസ് ഒന്നും വരില്ല എന്നാണ് 166 പറയുന്നത്. 167 പ്രകാരം ഇത്തരത്തിൽ തേർഡ് പാർട്ടി ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോടതി വിധി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റീകോഴ്സ് എന്ന് പറയുന്നത്. അതാണ് 166ഉം 167ഉം. ഇനി ബെയിലറിൻ്റെ ഡ്യൂട്ടിയെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 164. 164 states that the bailer is responsible to the bailee for any loss which the bailee may sustain by reason that the bailer was not entitled to make the bailment or to receive back the goods or to give directions respecting them. അപ്പോൾ 164 പ്രകാരം ഒരു ബെയിൽമെന്റ് നടത്തിയ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ബെയിലറിനില്ലെങ്കിൽ അത് കാരണം ഈ ബെയിൽഡ് ഗുഡ്സിനെ ചൊല്ലി ബെയിലിക്ക് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ബെയിലർ ആ നഷ്ടം നികത്താനായിട്ട് ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ ഒരു എ എന്ന് പറയുന്ന വ്യക്തി മോഷ്ടിച്ച ഒരു വാഹനം റിപ്പയർ ചെയ്യാനായിട്ട് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വന്നിട്ട് നേരെ ഈ സാധനം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിപ്പയർ ചെയ്ത ചാർജും മറ്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബെയിലി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള ലോസസ് അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എ എന്ന് പറയുന്ന ബെയിലർ ബാധ്യസ്ഥനാണ്. ബെയിൽമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും വസ്തുക്കൾ തിരികെ വാങ്ങാൻ ബെയിലറിന് നിയമപരമായിട്ടൊരു അവകാശം ഇല്ലെങ്കിൽ അത് കാരണം അത് എക്സ്ട്രാ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ബെയിലിക്ക് എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ചാർജസ് ഇൻകർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും ബെയിലർ ഉത്തരവാദിയായിരിക്കും. ബെയിലർ നൽകിയ എന്തെങ്കിലും തെറ്റായ നിർദ്ദേശങ്ങൾ കാരണം വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ബെയിലിക്ക് നഷ്ടമുണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ബെയിലർ അതിനും ഉത്തരവാദിയായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിക്കേ. A lends a horse which he knows to be vicious to B. He does not disclose the fact that the horse is vicious. The horse runs away. B is thrown and injured. A is responsible to B for damages sustained. അതായത് ഒരു അപകട സ്വഭാവമുള്ള കുതിരയെ എ ബിക്ക് ലെൻഡ് ചെയ്യുകയാണ്, അവിടെ ബെയിൽമെന്റ് നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തരത്തിലുള്ള അപകടം പിടിച്ച പ്രവൃത്തിയെപ്പറ്റി, അതിൻ്റെ ആ നേച്ചറിനെ പറ്റി എ ബിയോട് പറയുന്നില്ല. അപ്പോൾ ഇതറിയാത്ത ബി ഇതിനെ ഓടിക്കുമ്പോൾ വയലൻ്റ് ആയിട്ട് അത് ഓടുമ്പോൾ ബി താഴെ വീഴുകയും അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ ബിയോട് ലയബിളാണ്. അതുപോലെ തന്നെയാണ് എ ഹയേഴ്സ് എ കാരേജ് ഓഫ് ബി. The carriage is unsafe though B is not aware of it. A is injured and B is responsible to A for the injury. അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ ബെയിലി ചെയ്യുന്ന ആ ഗുഡ്സിനെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള വിവരം ബെയിലിയെ ധരിപ്പിക്കാനായിട്ട് ബെയിലർ ബാധ്യസ്ഥനാണ്. ഇനി അങ്ങനെ ധരിപ്പിക്കാതെ വന്നിട്ട് ബെയിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ബെയിലർ ഉത്തരവാദിയാണ്. അതാണ് സെക്ഷൻ 164 പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ടേർമിനേഷൻ ഓഫ് ബെയിൽമെന്റിനെ പറ്റി പഠിക്കാം.
ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് എപ്പോഴെല്ലാമാണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവുന്നത്, അത് അവസാനിക്കുന്നത് എന്നതിനെപ്പറ്റി പഠിക്കാം. അതിലൊന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് where the contract of bailment is made for a specific purpose, it terminates as soon as such purpose is achieved. അതായത് പ്രത്യേക ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ. ഇപ്പോൾ ഒരു ബെയിൽമെൻറ്റ് കരാറ് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ ആവശ്യം നിറവേറുമ്പോൾ തന്നെ ബെയിൽമെൻറ്റും അവസാനിക്കും. നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 160 അനുസരിച്ച് ഒരു ബെയിൽമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിറവേറുമ്പോഴോ ബെയിലി വസ്തുക്കൾ തിരികെ ബെയിലർക്ക് നൽകുകയോ അല്ലെങ്കിൽ ബെയിലറിൻ്റെ നിർദ്ദേശമനുസരിച്ച് അതിനെ മറ്റെന്തെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം എന്നാണ്. ബെയിൽമെൻറ്റിൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത്. അപ്പോൾ ആ പർപ്പസ് കംപ്ലീറ്റ് ആകുമ്പോൾ ബെയിൽമെൻറ്റും കംപ്ലീറ്റ് ആകും. ഇനി രണ്ടാമത്തത് എന്താണ്? വേർ ദി കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് ഈസ് മെയ്ഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്, ഇറ്റ് ടെർമിനേറ്റ്സ് ഓൺ ദി എക്സ്പയറി ഓഫ് സച്ച് പീരീഡ്. അതായത് ഒരു പ്രത്യേക കാലാവധി, ഒരു കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ആ കരാറിൻ്റെ കാലാവധി എത്ര നാളത്തേക്കായിരുന്നോ അത് അവസാനിക്കുമ്പോൾ അതിൻ്റെ ബാധ്യതകളും അവസാനിക്കുന്നു. അപ്പോൾ ഇതും സെക്ഷൻ 160യുടെ പെർവ്യൂവിൽ തന്നെ വരുന്നതാണ്. 160 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, റിട്ടേൺ ഓഫ് ഗുഡ്സ് ബെയിൽഡ് ഓൺ എക്സ്പിറേഷൻ ഓഫ് ടൈം ഓർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്നാണ്. ഈ 1ഉം 2ഉം പോയിന്റുകൾ, ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകൾ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 160 ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി അടുത്തത് 3. When bailey does any act with regard to the goods bailed inconsistent with the conditions of bailment, then it is voidable at the option of the bailer. അതായത് നമ്മൾ നേരത്തെ 153 പ്രകാരം പഠിച്ചൊരു പോയിന്റ് തന്നെയാണ് ഇവിടെയും പരാമർശിക്കുന്നത്. അതായത് ബെയിലി കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. സെക്ഷൻ 153 അനുസരിച്ച് ബെയിലി തൻ്റെ കൈവശമുള്ള വസ്തുക്കൾ ബെയിൽമെൻറ്റ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബെയിലറിന് ആ കരാർ അവസാനിപ്പിക്കാനായിട്ട് അവകാശമുണ്ട്. 153യുടെ വേർഡിങ് ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ് ബൈ ബെയിലീസ് ആക്ട് ഇൻകൺസിസ്റ്റന്റ് വിത്ത് കണ്ടീഷൻസ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് ഇറ്റ് ഈസ് ടെർമിനേറ്റഡ് ഓൺ ദി ഡെത്ത് എയ്തർ ഓഫ് ദി ബെയിലർ ഓർ ഓഫ് ദി ബെയിലി. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 162 അനുസരിച്ച് ഒരു ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ്, അതായത് മറ്റ് പ്രതിഫലങ്ങളൊന്നും വാങ്ങാതെ ബെയിലർ ബെയിലിക്ക് അതിൻ്റെ പൊസഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഗ്രാറ്റുവിറ്റിയസ്, ഒരു പ്രതിഫലവും കൂടാതെയുള്ള ബെയിൽമെൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ബെയിൽമെൻറ്റുകൾ ബെയിലറിൻ്റെയോ ബെയിലിയുടെയോ മരണത്തോടുകൂടി അവസാനിക്കും. അപ്പോൾ അതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ്. ബേസിക്കലി ഈ ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വ്യക്തികൾക്കിടയിലുള്ള അവരുടെ വ്യക്തിഗത വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കരാറിലെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ മരണം സംഭവിക്കുമ്പോൾ ആ കരാറ് തുടരാൻ സാധ്യമല്ലാതെ ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഡെത്ത് എയ്തർ ഓഫ് ദി ബെയിലർ ഓർ ഓഫ് ദി ബെയിലി ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് അവസാനിക്കുന്നത്. ഇനി മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. സെക്ഷൻ 159 provides that a gratuitous bailment may be terminated by the bailer at any time. അതായത്
സൗജന്യമായിട്ടുള്ള ബെയിൽമെന്റ് കരാറുകൾ ബെയിലർക്ക് എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാനാകും. ഇതാണ് സെക്ഷൻ 159 പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ ഒരു മാസത്തേക്ക് വായിക്കാനായിട്ട് സൗജന്യമായിട്ട് നൽകുന്നു എന്ന് കരുതുക. ഒരു മാസത്തേക്ക് നൽകുന്നു എന്ന് കരുതുക. ഈ ഒരു മാസ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ തിരിച്ചു ചോദിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും വരില്ല. കാരണം എന്താണ്? ഇതൊരു ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റ് ആണ്. ഒരു പ്രതിഫലം കൂടാതെയുള്ള ഒരു ബെയിൽമെന്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇറ്റ് മേ ബി ടെർമിനേറ്റഡ് ബൈ ദി ബെയിലർ അറ്റ് എനി ടൈം എന്ന് പറയുന്നത്. എന്നാൽ ബെയിൽമെന്റ് കരാറ് കാലാവധിക്ക് മുമ്പേ അവസാനിപ്പിക്കുന്നത് ബെയിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പർപ്പസിലേക്കോ ഇത്തരത്തിൽ ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റ് നടത്തി എന്ന് കരുതുക. അപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും നമുക്ക് നിയമപരമായിട്ട് ടെർമിനേറ്റ് ചെയ്യാം. പക്ഷേ പർട്ടിക്കുലർ സാഹചര്യങ്ങൾ കാരണം ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന് മുമ്പോ അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പോ ഈ ഒരു ഗ്രാറ്റുവിറ്റിയസ് പേയ്മെന്റ് ബെയിലർ പിൻവലിച്ചു കഴിഞ്ഞാൽ ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിൽ ബെയിലർ ആ ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റിനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെയിലിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകാനായിട്ട് ബാധ്യസ്ഥനായിരിക്കും. അപ്പോൾ ഇത് ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റ് ആണെങ്കിൽ കൂടിയും ബെയിലർക്ക് ഇത്തരത്തിലൊരു അവകാശം ഉണ്ടെങ്കിൽ കൂടിയും ബെയിലിക്ക് അൺജസ്റ്റ് ആയിട്ട് ഒരു ലോസ് ഉണ്ടാകാതിരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിനെ കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ, എ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഒരു പ്രൊജക്ടർ ഗ്രാറ്റുവിറ്റിയസ് ആയിട്ട് മറ്റ് പ്രതിഫലമൊന്നും വാങ്ങാതെ ബിക്ക് 3 ദിവസത്തെ ഒരു അക്കാഡമിക് കോൺഫറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്ന് കരുതുക. ഇവിടെ പ്രൊജക്ടർ സ്വീകരിക്കുന്ന വ്യക്തി ബി, അദ്ദേഹം ബെയിലിയും കൊടുക്കുന്ന ആ വ്യക്തി എ ബെയിലറുമാണ്. പ്രതിഫലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റുമാണ്. ഇപ്പോൾ സെക്ഷൻ 159 അനുസരിച്ച് ശരിക്കും ടെക്നിക്കലി എക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് അവസാനിപ്പിക്കാം. ഇവിടെ ബി ഈ 3 ദിവസത്തെ അക്കാഡമിക് കോൺഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് ചിലവുകൾ, ഒരു എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ട് അതിൻ്റെ വേദിയിൽ വേണ്ട മറ്റ് അഡാപ്റ്ററുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തുകയും അതുപോലെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് തുക ബിയുടെ കയ്യിൽ നിന്നായെന്ന് കരുതുക. ആദ്യത്തെ ദിവസം ബി അക്കാഡമിക് കോൺഫറൻസിൽ ഇത് ഉപയോഗിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ എ ഈ പ്രൊജക്ടർ തിരികെ ആവശ്യപ്പെടുകയാണ്. ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റ് ആയതുകൊണ്ട് എക്ക് അങ്ങനെ ആവശ്യപ്പെടാം. പക്ഷേ ഇവിടെ ബി ഇൻകർ ചെയ്തിട്ടുള്ള ആ കോസ്റ്റ്, ഇത്തരത്തിൽ ഈ ഒരു സാധനം കിട്ടി അതിൻ്റെ ബേസിസിൽ ഈ അക്കാഡമിക് കോൺഫറൻസ് നടത്താം എന്നുള്ള തരത്തിൽ ബിയുടെ പക്കൽ നിന്നും തനിക്ക് ചെലവായ, ആ ബെയിലിയുടെ പക്കൽ നിന്നും ചെലവായ തുക, ആ തുക എയിൽ നിന്നും ഈ ടെർമിനേഷൻ നേരത്തെ നടത്തിയതിന് തനിക്ക് വന്ന ആ നഷ്ടം കോമ്പൻസേഷൻ മേടിക്കാനായിട്ട് ബിക്ക് അർഹതയുണ്ട്, ബെയിലിക്ക് അർഹതയുണ്ട്. എ അത് നികത്താനായിട്ടും ബാധ്യസ്ഥനാണ്. കാരണം ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെന്റ് ആണെങ്കിൽ കൂടി ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നേരത്തെ ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും ഇത്തരത്തിൽ ബെയിലർ ആ നഷ്ടം നികത്താൻ ബാധ്യസ്ഥനാണ്. അതുകൂടി സെക്ഷൻ 159 പ്രതിപാദിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, റൈറ്റ് ഓഫ് ലീൻ. ലീൻ മീൻസ് റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ് ഓർ പ്രോപ്പർട്ടി until some charges due upon it or services rendered for its improvement are paid. This right does not give any right of property or ownership to bailee. A bailee has right of lien. Lien are of two types, particular lien and general lien.
അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവനം നൽകിയതിന് ശേഷമുള്ള കുടിശ്ശികയോ അല്ലെങ്കിൽ ചെലവോ ലഭിക്കുന്നത് വരെ മറ്റൊരാളുടെ വസ്തു തൻ്റെ കൈവശം വയ്ക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ്. അതായത് അതിൻ്റെ കൈവശാവകാശം തുടരാനുള്ള ഒരു പ്രത്യേക റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ലീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഒരു ബെയിൽമെൻറ്റിൽ ഒബ്വിയസ്ലി ആ ഗുഡ് ബെയിലിയുടെ പൊസഷനിലായതുകൊണ്ട് തന്നെ റൈറ്റ് ഓഫ് ലീൻ, ആ വസ്തുവിൻ്റെ കൈവശാവകാശം തുടർന്നും നിലനിർത്താനുള്ള അവകാശം ബെയിലിയുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു പ്രോപ്പർട്ടിയുടെ മേലൊരു ടൈറ്റിലോ അല്ലെങ്കിൽ അതിനോ ഒരു ഉടമസ്ഥാവകാശമോ നൽകുന്നില്ല. മറിച്ച് കൈവശാവകാശം, അതിൻ്റെ പൊസഷൻ മാത്രം നിലനിർത്താനുള്ള ഒരു റൈറ്റാണ് കൽപ്പിച്ച് നൽകുന്നത്. ഇത്തരത്തിൽ ബെയിലിക്കുള്ള ലീൻ അവകാശം 2 തരത്തിലാണുള്ളത്: പർട്ടിക്കുലർ ലീനും ജനറൽ ലീനും. ഇതിൽ പർട്ടിക്കുലർ ലീൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 170 അണ്ടറിലാണ് ഡീൽ ചെയ്യുന്നത്. വേർ ദി ബെയിലി ഹാസ്, ഇൻ അക്കോർഡൻസ് with the purpose of the bailment, rendered any service involving the exercise of labor or skill in respect of the goods bailed, he has, in the absence of a contract to the contrary, a right to retain such goods until he receives due remuneration for the services he has rendered in respect of them. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 170 അനുസരിച്ച് ഒരു ബെയിലി ബെയിൽമെൻറ്റിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് കൈവശമുള്ള വസ്തുവിന്മേൽ തൻ്റെ പ്രയത്നമോ അല്ലെങ്കിൽ വൈദഗ്ധ്യമോ ഉപയോഗിച്ച് ഒരു സർവീസ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സേവനത്തിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് വരെ ആ വസ്തുക്കൾ കൈവശം വയ്ക്കാനായിട്ട് ബെയിലിക്ക് അവകാശമുണ്ട്. മറ്റ് വ്യവസ്ഥകളൊന്നും ഇല്ലാത്ത പക്ഷം ആ പർട്ടിക്കുലർ ഗുഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പൊസഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള അവകാശം ടിൽ ഹി റിസീവ്സ് ഡ്യൂ റെമ്യൂണറേഷൻ ഫോർ ദ സർവീസസ് ഹി ഹാസ് റെൻഡേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വാച്ച് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ വാച്ച് റിപ്പയർ ചെയ്യാനായിട്ട് ആ വാച്ച് മെക്കാനിക്ക് ഉപയോഗിക്കുന്ന തൻ്റെ സ്കില്ല് അല്ലെങ്കിൽ ആ റെൻഡർ ചെയ്യുന്ന സർവീസിന് തക്കതായിട്ടുള്ള റെമ്യൂണറേഷൻ, ആ ഒരു തുക, അദ്ദേഹത്തിൻ്റെ കൂലി കിട്ടുന്നത് വരെ ആ വാച്ചിൻ്റെ പൊസഷൻ നിയമപരമായി റീറ്റെയിൻ ചെയ്യാനായി അദ്ദേഹത്തിന് ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് ബെയിലീസ് പെർട്ടിക്കുലർ ലീൻ എന്ന് നമ്മൾ പറയുന്നത്. സെക്ഷൻ 170 ഇതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രയത്നമോ വൈദഗ്ധ്യമോ ഉപയോഗിച്ച് വസ്തുവിന്മേൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിരിക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്തിരിക്കണം. പിന്നെ ഈ ലയബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ആ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കണം എക്സസൈസ് ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 170. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് A delivers a rough diamond to B, a jeweler, to be cut and polished, which is accordingly done by B. B is entitled to retain the stone till he is paid for services he has rendered. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിന് സിമിലറായ മറ്റൊരു ഉദാഹരണമാണ്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ജനറൽ ലീനാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 171 അനുസരിച്ച് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക അവകാശമാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. തങ്ങൾക്ക് ലഭിക്കേണ്ട പൊതുവായ കുടിശ്ശികയ്ക്ക് ഫോർ എ സെറ്റിൽമെൻറ്റ് ഓഫ് ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട്,
അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ കൈവശമുള്ള ഏത് വസ്തുവും ഒരു ജാമ്യമായി സൂക്ഷിക്കാനായിട്ട് ഇവർക്ക് അവകാശമുണ്ട് സെക്ഷൻ 171 പ്രകാരം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നത് സെക്ഷൻ 170 പ്രകാരം ബെയിലിക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്, ബെയിലറിൻ്റെ ആ ബെയിൽഡ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ സെക്ഷൻ 171 പ്രകാരമുള്ള ജനറൽ ലീൻ എന്ന് പറയുന്നത് ചില സർട്ടൺ ക്ലാസ് ഓഫ് പേഴ്സൺസിന് മാത്രം, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ജനറൽ ലീൻ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ക്ലാസ് ആളുകൾ ആരൊക്കെയാണെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 171 എക്സ്പ്രസ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബാങ്കർമാര്, ഫാക്ടർമാര്, വാർഫിംഗേഴ്സ്, അറ്റോർണീസ് പിന്നെ പോളിസി ബ്രോക്കേഴ്സുമാണ് ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റും എന്ന തരത്തിൽ സെക്ഷൻ 171 അതിൻ്റെ അണ്ടറിൽ പെടുന്ന വ്യക്തികൾ. സോ ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാർഫിംഗേഴ്സ്, attorneys of a high court and policy brokers may, in the absence of a contract to the contrary, retain as a security for a general balance of account any goods bailed to them, but no other persons have a right to retain as a security for such balance goods bailed to them unless there is an express contract to that effect. അപ്പോൾ പർട്ടിക്കുലർ ലീൻ നമ്മൾ പഠിച്ചതാണ്. ജനറൽ ലീൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എ ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട്, അതായത് പൊതുവായ കുടിശ്ശികയ്ക്ക് സെറ്റിൽമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ടിന് സെക്യൂരിറ്റിയായി തങ്ങളുടെ പക്കലുള്ള ഏത് സാധന സാമഗ്രികളും, തങ്ങൾക്ക് ബെയിൽ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഏത് സാധന സാമഗ്രികളും ഇത്തരത്തിൽ റീറ്റെയിൻ ചെയ്യാനുള്ള ജനറൽ ലീനുള്ള കാറ്റഗറിയിൽ പെടുന്ന ഇൻഡിവിജ്വൽസ് ആണ് ഇവർ. ഇവർക്കല്ലാതെ മറ്റാർക്കും, അൺലസ് ദർ ഇസ് ആൻ എക്സ്പ്രസ് കോൺട്രാക്ട് ടു ദാറ്റ് ഇഫക്റ്റ്, വേറെ ആർക്കും അതിന് സാധിക്കില്ല. അപ്പോൾ അതിലെ ആദ്യത്തെ ക്ലാസ്സിൽ ബാങ്കർമാർ ഒരു കസ്റ്റമറിൽ നിന്നും തങ്ങൾക്ക് റിട്ടേൺ കിട്ടേണ്ട എല്ലാ കടങ്ങൾക്കും കുടിശ്ശികൾക്കും വേണ്ടിയിട്ട് ബാങ്കിൻ്റെ കൈവശം ആ കസ്റ്റമറുടേതായിട്ടുള്ള ഏതൊരു വസ്തുവും, ഇപ്പോൾ ഉദാഹരണത്തിന് ലോക്കറിലിരിക്കുന്ന സ്വർണം അല്ലെങ്കിൽ ഓഹരി രേഖകൾ, ഇവയൊക്കെ ജാമ്യമായി റീറ്റെയിൻ ചെയ്യാനായിട്ട് ബാങ്കിന് അവകാശമുണ്ട്. ഇനി ഈ ഫാക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വിൽക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കമ്മീഷൻ ഏജന്റുമാരാണ്. അവർക്ക് ലഭിക്കേണ്ട കമ്മീഷൻ തുകയ്ക്ക് വേണ്ടിയും ഇത്തരത്തിൽ അവരുടെ കൈവശമുള്ള ഏതൊരു വസ്തുവും അവർക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. വാർഫിംഗർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലുകൾ അടുപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സാധനം സൂക്ഷിക്കുന്നവർ, അവർക്കും ഇത്തരത്തിൽ റീറ്റെയിൻ ചെയ്യാം. പിന്നെ ഹൈക്കോടതിയിലെ അറ്റേർണിമാർ, ശ്രദ്ധിക്കണം, അറ്റേർണീസ് ഓഫ് എ ഹൈക്കോർട്ട്, തങ്ങളുടെ കക്ഷികളിൽ നിന്ന് ലഭിക്കേണ്ട ഫീസിന് വേണ്ടിയിട്ട് അവരുടെ കൈവശമുള്ള ഏതെങ്കിലും രേഖകൾ സൂക്ഷിക്കാനായിട്ട് ഇവർക്ക് അവകാശമുണ്ട്. പിന്നെ അവസാനത്തെ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് പോളിസി ബ്രോക്കേഴ്സ്, ഇൻഷുറൻസ് പോളിസി സംബന്ധമായ രേഖകൾ കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ ഈ വിഭാഗക്കാർക്ക് മാത്രമാണ് ഒരു എക്സ്പ്രസ് കരാറില്ലാതെ തന്നെ ജനറൽ ലീൻ അവകാശം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നവർ. സെക്ഷൻ 171 പ്രകാരം ബാങ്കർമാർ, ഫാക്ടർമാർ, വാർഫിംഗർമാർ, അറ്റോർണീസ്, പിന്നെ പോളിസി ബ്രോക്കേഴ്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇവർ ഈ ക്ലാസ്സിൽ പെടുന്നവരല്ലാതെ കരാറില്ലാത്ത പക്ഷം മറ്റാർക്കും അതിന് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ പർട്ടിക്കുലർ ലീനും ജനറൽ ലീനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പർട്ടിക്കുലർ ലീൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വസ്തുവിന്മേൽ നടത്തിയ സേവനത്തിനുള്ള പ്രതിഫലം ലഭിക്കുന്നത് വരെ മാത്രം
ആ വസ്തു കൈവശം വയ്ക്കാൻ അവകാശം നൽകുന്ന ആ ഒരു റൈറ്റ് ടു റീറ്റെയിൻ ആണ് പർട്ടിക്കുലർ ലീൻ. ജനറൽ ലീൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട പൊതുവായ കുടിശ്ശികയുടെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് തൻ്റെ കൈവശമുള്ള ആ വ്യക്തിയുടെ ഏതൊരു വസ്തുവും ജാമ്യമായി സൂക്ഷിക്കാൻ അവകാശം നൽകുന്നതാണ് ജനറൽ ലീൻ. അത് സർട്ടൻ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് മറ്റ് കരാറുകളൊന്നും ഇല്ലാത്ത പക്ഷം അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടി ആ വ്യത്യാസം കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ലീൻ അവസാനിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. റൈറ്റ് ടു ലീൻ ടെർമിനേറ്റ്സ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. 1. ആസ് സൂൺ ആസ് ദി എമൗണ്ട് ഡ്യൂ ടു ദ ബെയിലി ഈസ് പെയ്ഡ്. കുടിശ്ശിക തീർക്കുമ്പോൾ. അപ്പോൾ ബെയിലിക്ക് ലഭിക്കേണ്ട തുക, അതായത് സേവനത്തിന് പ്രതിഫലമായോ അല്ലെങ്കിൽ മറ്റ് ബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തുക പൂർണ്ണമായി ലഭിക്കുമ്പോൾ റൈറ്റ് ഓഫ് ലീൻ അവിടം കൊണ്ട് അവസാനിക്കും. അപ്പോൾ പണം നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ബെയിലി വസ്തുക്കൾ തിരികെ നൽകാനായിട്ട് ബാധ്യസ്ഥനാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, ആസ് സൂൺ ആസ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് സറണ്ടേർഡ് ബൈ ദ ബെയിലി. വസ്തുക്കൾ തിരികെ നൽകി കഴിഞ്ഞാൽ. അപ്പോൾ ബെയിലറിൻ്റെ വസ്തുക്കൾ അത് ബെയിലർക്ക് തന്നെ തിരികെ നൽകി കഴിഞ്ഞാൽ ലീൻ അവകാശം അതോടുകൂടി അവസാനിക്കുന്നു. അപ്പോൾ പൊസഷൻ നഷ്ടപ്പെട്ടാൽ ലീൻ അവകാശം പിന്നീട് നിലനിൽക്കില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ലീൻ എന്ന് പറയുന്ന ഒരു സാധനം എത്ര സമയം വരെയാണോ അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ വരെയാണോ നമ്മുടെ പക്കൽ ആ പർട്ടിക്കുലർ ഗുഡ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, ആ സമയം വരെ മാത്രമായിരിക്കും ലീൻ അവകാശം നിലനിൽക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ആ പൊസഷൻ കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ വിട്ടുകളയുന്നതിലൂടെ ബെയിലറിലേക്ക് തിരിച്ച് ആ പൊസിഷൻ എത്തിയാൽ പിന്നെ നമുക്ക് ആ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് റീടേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൂടി ഓർത്തു വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർ മെക്കാനിക്ക് റിപ്പയർ ചാർജുകൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ കാറ് അതിൻ്റെ ഉടമയ്ക്ക് തിരികെ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ആ തുകയ്ക്ക് വേണ്ടിയിട്ട് കാറ് പിടിച്ചെടുക്കാൻ മെക്കാനിക്കിന് നിയമപരമായ അവകാശമില്ല. മറ്റ് രീതിയിൽ സിവിൽ ആക്ഷൻ കാർ ഉടമയ്ക്കെതിരെ എടുക്കാനായിട്ട് മെക്കാനിക്കിന് സാധിക്കും. പക്ഷെ ലീൻ എന്ന് പറയുന്ന ആ റൈറ്റ് പൊസഷൻ സറണ്ടർ ചെയ്തതോടുകൂടി അവസാനിച്ച് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തത്, വേർ ദി ബെയിലി ഹാസ് ഗിവൺ അപ്പ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ബൈ എൻറ്ററിങ് ഇൻ ടു ആൻ എഗ്രിമെന്റ്. കരാറ് പ്രകാരം ലീൻ അവകാശം ഉപേക്ഷിക്കുമ്പോൾ, ഇപ്പോൾ ബെയിലി ഒരു പ്രത്യേക കരാറിലൂടെ തൻ്റെ ലീൻ അവകാശം ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ അവകാശം അതോടുകൂടി അവസാനിക്കും. ചിലപ്പോൾ ബാധ്യത തീർക്കുന്നതിന് മുൻപ് തന്നെ വസ്തുക്കൾ തിരികെ നൽകാൻ ബെയിലി സമ്മതിച്ചേക്കാം. ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ബെയിലിയുടെ റൈറ്റ് ഓഫ് ലീൻ നിയമപരമായി ഇല്ലാതാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. Section 168 and 169 deals with rights of finder of goods. Section 168 provides that the finder of goods may exercise the following rights. He may retain in the goods against owner until he receives compensation for trouble and expenses. 2. Where the owner has offered a specific reward for the lost goods, he may sue for that reward. അപ്പോൾ ഒരു വസ്തു കണ്ടെത്തുന്ന വ്യക്തിക്ക് അത് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അവകാശങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ഒരു വസ്തു കണ്ടെത്തുന്ന വ്യക്തി അത് സൂക്ഷിക്കാനും അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനും വേണ്ടി വന്ന അധ്വാനത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്ന ചെലവുകൾക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നത് വരെ ആ വസ്തു കൈവശം വെക്കാനായിട്ട് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അപ്പോൾ റൈറ്റ് ടു ലീൻ അദ്ദേഹത്തിന് ഉണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നഷ്ടപ്പെട്ട വസ്തു കണ്ടെത്തുന്നവർക്ക് ഒരു പ്രത്യേക പ്രതിഫലം നൽകുമെന്ന് ഉടമ പരസ്യത്തിലൂടെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം ഒരു കരാറായി കണക്കാക്കുകയും അത് ലഭിക്കാൻ വേണ്ടി വസ്തു കണ്ടെത്തിയ വ്യക്തിക്ക് ഉടമയ്ക്കെതിരെ നിയമപരമായി കേസ് കൊടുക്കാനും സാധിക്കും. അതാണ് രണ്ടാമത്തെ റൈറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെക്ഷൻ 71 നമ്മൾ certain obligations resembling those created by contract അഥവാ ക്വാസി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസിനെ പറ്റി പഠിച്ചപ്പോൾ സെക്ഷൻ 71ന്റെ അണ്ടറിൽ ഡ്യൂട്ടീസ് ഓഫ് എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇവിടെ നമ്മൾ റൈറ്റ് ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ് പഠിക്കുന്നത്, അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ. അപ്പോൾ 71ന്റെ കീഴിൽ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്നും 168ലും 169ലും അദ്ദേഹത്തിനുള്ള അവകാശങ്ങളെ പറ്റിയിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി എന്താണ് സെക്ഷൻ 169? Provides that in the following circumstances the finder of goods may sell the goods. എപ്പോഴൊക്കെയാണ്? 1. When the goods are in danger of perishing or of losing the greater part of their value. അപ്പോൾ രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ വസ്തു കണ്ടെത്തുന്ന വ്യക്തിക്ക് അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. അതിലൊന്ന്, വസ്തു നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടെത്തിയ വസ്തു പെരിഷബിൾ ഗുഡാണെങ്കിൽ, അതായത് വേഗത്തിൽ നശിച്ചു പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗം മൂല്യവും ഇത്തരത്തിൽ അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡിന് അത് വിൽക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈസിലി പെരിഷബിൾ എന്ന് പറയുമ്പോൾ എന്തും ആവാം, ഫുഡ് ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളാവാം. അപ്പോൾ അതിനെ അൾട്ടിമേറ്റ് ആയിട്ട് അദ്ദേഹം വിറ്റ് കിട്ടുന്ന ആ തുക ഒന്നുകിൽ റീസണബിൾ ആയിട്ടുള്ള കെയറും കോഷനും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ ശ്രമിച്ച് അത് പറ്റുകയാണെങ്കിൽ ആ അക്കൗണ്ട് അദ്ദേഹത്തിന് സെറ്റിൽ ചെയ്യുക, അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് അത് റീറ്റെയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ 71ന്റെ ഓബ്ലിഗേഷനും ഈ രണ്ട് സെക്ഷൻസും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താം. പിന്നെ രണ്ടാമത്തത്, when the lawful charges of the finder in respect of such goods amount to 2/3 of their value. അപ്പോൾ വസ്തു കണ്ടെത്തുന്ന വ്യക്തിക്ക് അതിന്മേൽ ചെലവാക്കിയ തുക ആ വസ്തുവിൻ്റെ മൂല്യത്തിൻ്റെ 2/3 തുല്യമാവുകയാണെങ്കിൽ ആ വസ്തു വിൽക്കാനായിട്ട് അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങൾക്കൊരു 3000 രൂപ വിലമതിക്കുന്ന ഒരു വാച്ച് വഴിയിൽ കിടന്ന് കളഞ്ഞു കിട്ടി. നിങ്ങൾ അതിൻ്റെ ഉടമയെ പല രീതിയിൽ കണ്ടെത്തി ആ വാച്ച് തിരികെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ വാച്ച് സൂക്ഷിക്കാനായിട്ടും അതിൻ്റെ മറ്റ് എന്താ പറയണ്ടേ കെയർ എടുക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് തുക എല്ലാം കൂടി ചേർത്ത് ഒരു 2000 രൂപ ചിലവായെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2000 എന്ന് പറയുന്നത് 3000ന്റെ 2/3 ഭാഗമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ വാച്ച് വേണമെങ്കിൽ വിൽക്കാനായിട്ടുള്ള അവകാശം ഉണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ ബേസിക്കലി 168ഉം 169ഉം വസ്തു കണ്ടെത്തുന്ന വ്യക്തിയുടെ അധ്വാനത്തെയും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആക്റ്റിൽ നിലകൊള്ളുന്നത്. അതുകൂടി പഠിച്ചു വയ്ക്കുക. നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് സെക്ഷൻ 71 പ്രകാരം അവരുടെ റെസ്പോൺസിബിലിറ്റി ഈ സിമിലർ ടു ദാറ്റ് ഓഫ് എ ബെയിലി എന്നാണ്. അതുകൊണ്ടാണ് ബെയിൽമെൻറ്റിൻ്റെ സെക്ഷൻസിൻ്റെ അണ്ടറിൽ കോൺട്രാക്ട് ആക്റ്റിൽ ഈ സെക്ഷൻസിനെ കൂടി പെടുത്തിയിരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കി വെക്കുക. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ 4ാമത്തെ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമവ്യവസ്ഥയാണ് പ്ലഡ്ജ്, അഥവാ നമ്മൾ കോമൺ ആയിട്ട് പണയം എന്ന് പറയുന്ന പ്രത്യേകതരം കരാർ.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെയിൽമെന്റിന്റെ തന്നെ ഒരു പ്രത്യേക രൂപമാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെന്റ്. നമുക്ക് ഇതിന്റെ നിർവചനം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. ഇപ്പൊ പ്ലെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്ഷൻ 172 defines pledge, pawner and pony. It provides that the bailment of goods as security for payment of a debt or performance of a promise is called pledge. The bailer is in this case called the pawner and the bailee is called pony. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 172 പ്രകാരം ഒരു കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഗ്ദാനം നിറവേറ്റാനോ വേണ്ടി ഒരു ഉറപ്പിനായിട്ട് മൂവബിൾ പ്രോപ്പർട്ടിയെ ജാമ്യമായി വെച്ചുകൊണ്ട് നടത്തുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ, ആ ഒരു ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ബെയിൽമെന്റിൽ നിന്നും വ്യത്യസ്തമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തു ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബെയിൽമെന്റിൽ ഒരു പ്രത്യേക പർപ്പസ്, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും വസ്തു കൈമാറ്റം ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആ പർപ്പസ് എന്ന് പറയുന്നത് ഒരു വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടോ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഈ മൂവബിൾ പ്രോപ്പർട്ടിയെ കൺസിഡർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. വസ്തുവിനെ ഇത്തരത്തിൽ പണയം വെക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ പോണർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കേസിലെ ബെയിലർ തന്നെയാണ് ഇവിടെ പോണർ. പണയ വസ്തു സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൈപ്പറ്റുന്ന വ്യക്തിയാണ് പോണി. നമ്മുടെ ബെയിൽമെന്റിൽ ബെയിലിക്ക് തുല്യം. പണയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഒരു വായ്പയ്ക്ക് ഉറപ്പ് നൽകുക എന്നതാണ് പണയത്തിന്റെ പ്രധാന ലക്ഷ്യം. പണയപ്പെടുത്തിയ വസ്തുവിന്മേൽ പോണിക്ക് ആ കടം തിരിച്ചു കിട്ടുന്നത് വരെ കൈവശാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ആരുടെ പക്കലായിരിക്കും? പോണറിൽ തന്നെ നിലനിൽക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ്. മൂവബിൾ പ്രോപ്പർട്ടി തന്നെയാണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെന്റ് ആണ്. പർപ്പസ് എന്താണ്? ആസ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ ഒരു പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്. അപ്പൊ അതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ദി മെയിൻ പർപ്പസ് ഓഫ് എ പ്ലെഡ്ജ് ഈസ് ടു സെക്യൂർ എ ലോൺ ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് by delivering the possession of movable goods. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളോ മറ്റ് വസ്തുക്കളോ പണയം വയ്ക്കും, മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ പണയം വയ്ക്കുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്, സ്വർണ്ണാഭരണങ്ങളാണ്. ഇവ എന്താണ്? ആ നമ്മൾ എടുക്കുന്ന വായ്പ അല്ലെങ്കിൽ ആ ലോണ് നമ്മൾ തിരിച്ചടയ്ക്കും എന്ന് ഉള്ള തരത്തിൽ ബാങ്കിന് നൽകുന്ന ഉറപ്പായിട്ടാണ് ഈ മൂവബിൾ പ്രോപ്പർട്ടി അവിടെ ജാമ്യമായിട്ടാണ് അതിനെ വെക്കുന്നത്. അപ്പം ഇവിടെ പോണർ എന്ന് പറയുന്നത് ബെയിലറായ കടമെടുക്കുന്ന നമ്മളും, പോണി എന്ന് പറയുന്നത് ബെയിലിയായ ആ ഗുഡിനെ, ആ മൂവബിൾ പ്രോപ്പർട്ടിയെ റീറ്റെയിൻ ചെയ്യുന്ന ബാങ്കും ആയിരിക്കും. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ഓഫ് എ ഡെപ്റ്റ്. ഇതാണ് ഒരു കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഹൂ ക്യാൻ മേക്ക് എ പ്ലെഡ്ജ്? ആർക്കാണ് ഒരു പ്ലെഡ്ജ് മേക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ആസ് എ ജനറൽ റൂൾ, ഓൺലി ദി ഓണർ ഓഫ് ഗുഡ്സ് ക്യാൻ മേക്ക് എ പ്ലെഡ്ജ്. അപ്പോൾ
പൊതുതത്വപ്രകാരം അല്ലെങ്കിൽ നിയമപരമായി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള സെൻസിൽ ഒരു പർട്ടിക്കുലർ മൂവബിൾ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആരിലാണോ നിക്ഷിപ്തമായിരിക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് ആ പ്രോപ്പർട്ടിയെ, ആ മൂവബിൾ പ്രോപ്പർട്ടിയെ പണയം വയ്ക്കാനുള്ള അവകാശം നിയമം കൽപ്പിച്ച് നൽകുന്നത്. However, under certain circumstances provided under sections 178, 178A and 179, following persons may also make a pledge. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ 178 പ്രകാരം, 178A പ്രകാരം ആൻഡ് 179 പ്രകാരം ഈ താഴെ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്കും ഓണർ അല്ലെങ്കിൽ കൂടി പ്ലെഡ്ജ് ചെയ്യാനുള്ള അധികാരം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് സെക്ഷൻ 178 അനുസരിച്ച് മെർക്കൻറ്റൈൽ ഏജൻസ്. ഇപ്പോൾ ആസ് പെർ സെക്ഷൻ 178 ഒരു മെർക്കൻറ്റൈൽ ഏജന്റ് ഉടമസ്ഥൻ്റെ സമ്മതത്തോടെ തൻ്റെ പക്കൽ ഉടമസ്ഥൻ്റെ കൈവശം വെച്ചിരിക്കുന്ന ആ വസ്തുക്കൾ സാധാരണ ബിസിനസ് ഇടപാടുകളുടെ ഭാഗമായി പണയം വയ്ക്കാനായിട്ട് മെർക്കൻറ്റൈൽ ഏജന്റിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് 178 പ്രകാരം പറയുന്നത്. അത് ഒരു എക്സംഷൻ ടു ദ റൂൾ, only owner of goods can make a pledge. രണ്ടാമത്തെ കാറ്റഗറിയാണ് persons who are in possession under voidable contract. 178A പ്രകാരം ഒരു അസാധുവാക്കപ്പെടാൻ സാധ്യതയുള്ള കരാറ് പ്രകാരം വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് ആ കരാറ് റദ്ദാക്കുന്നതിന് മുമ്പായിട്ട് ആ വസ്തുക്കൾ മറ്റൊരു വ്യക്തിക്ക് പണയം വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പണയം വാലിഡ് ആയിട്ടുള്ളൊരു പ്ലെഡ്ജായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഫ്രോഡിലൂടെ ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഒബ്റ്റെയിൻ ചെയ്ത വ്യക്തി, ആ മൂവബിൾ പ്രോപ്പർട്ടി യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ ഉടമയുടെ ഡിസിഷൻ പ്രകാരം വേണമെങ്കിൽ ആ കരാർ വോയിഡബിൾ ആക്കാം, വോയിഡാക്കാം. അപ്പോൾ ഇറ്റ്സ് എ വോയിഡബിൾ കോൺട്രാക്ട്. നമുക്കറിയാം, നമ്മൾ അതിൻ്റെ എഫക്റ്റ് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഈ വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ അണ്ടറിൽ ഈ ഫ്രോഡിലൂടെ ഒബ്റ്റെയിൻ ചെയ്ത ഗുഡ് റീറ്റെയിൻ ചെയ്ത് പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ ആ വസ്തു മറ്റൊരാൾക്ക് പണയം വെക്കാൻ സാധിക്കും. യഥാർത്ഥ ഉടമ ആ കരാറ് റദ്ദാക്കുന്നതിന് മുൻപായിട്ട് ഇത് സാധിക്കും. കാരണം റദ്ദാക്കപ്പെടുന്നത് വരെ ആ കരാറ് വാലിഡ് ആയിട്ട് തന്നെയാണ് നിയമം കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് 178A. ഇനി എ പേഴ്സൺ ഹാവിങ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഗുഡ്സ് ആസ് പെർ സെക്ഷൻ 179. ഒരു വസ്തുവിൽ പരിമിതമായ അവകാശം മാത്രമുള്ള വ്യക്തിക്ക് തൻ്റെ അവകാശത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് പണയം വയ്ക്കാം. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ, നിങ്ങളുടെ ഒരു കാറ് റിപ്പയർ ചെയ്യാനായിട്ട് മെക്കാനിക്കിനെ നിങ്ങൾ ഏൽപ്പിക്കുന്നു. റിപ്പയർ ചാർജുകൾ നിങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ മെക്കാനിക്കിന് ആ വാഹനം വേണമെങ്കിൽ റീറ്റെയിൻ ചെയ്ത് വെക്കാം. അതിന് പകരം അദ്ദേഹം ആ കിട്ടാനുള്ള തുകയ്ക്ക് തത്തുല്യമായ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഈ വസ്തുവിനെ പണയം വെച്ച് കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആ കൃത്യമായിട്ടുള്ള എമൗണ്ട് വരെ നിങ്ങൾ ആ തുകയ്ക്ക്, ആ ജാമ്യത്തിന്, ആ പ്ലെഡ്ജിന് ബൗണ്ടായിരിക്കും. അതാണ് 179 പ്രകാരം പറയുന്നത്. ഇനി റൈറ്റ് ഓഫ് റിഡംഷൻ. സെക്ഷൻ 177 provides that the owner has a right of redemption on the goods pledged. He can redeem at any time before the actual sale of goods. പ്രധാനപ്പെട്ട ഒരു ഓണറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റൈറ്റാണ് റൈറ്റ് ഓഫ് റിഡംഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 177 അനുസരിച്ച് ഓണറിന് താൻ പണയപ്പെടുത്തിയ വസ്തു വീണ്ടെടുക്കാനായിട്ട് അവകാശമുണ്ട്. അതാണ് റൈറ്റ് ഓഫ് റിഡംഷൻ. കടം തിരിച്ചടയ്ക്കുന്നതിനുള്ള കാലാവധി കഴിഞ്ഞാൽ പോലും ഓണി ആ വസ്തു വിൽക്കുന്നതിന് മുൻപ് വരെ ഓണറിന് ഇത് വീണ്ടെടുക്കാനായിട്ടുള്ള അവകാശം നിലനിൽക്കുന്നുണ്ട്. റൈറ്റ് ഓഫ് റിഡംഷൻ എക്സിസ്റ്റ് ടിൽ ദ പോണി ആക്ച്വലി മേക്ക് സെയിൽ ഓഫ് ദ ഗുഡ്സ്. അതാണ് സെക്ഷൻ 177 പറയുന്നത്. ഇനി
ഇത്തരത്തിൽ ഈ ഗുഡ് റീറ്റെയിൻ ചെയ്യുന്നതിലൂടെ പോണിക്ക് എന്തെങ്കിലും നഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെലവുകൾ വഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി സെറ്റിൽ ചെയ്യാനായിട്ട് ഓണർ ബാധ്യസ്ഥനായിരിക്കും. അതേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി കൂടി നോക്കിയാൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ മുഴുവൻ സ്കീമും ഫിനിഷ് ആവും. ഇപ്പോൾ സ്പെസിഫിക് കോൺട്രാക്റ്റ് ആ ഒരു ഏജൻസി കൂടി വരുമ്പോൾ ആ ടോപ്പിക്കും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നന്ദി.